സൺഡേ ഫണ്ടേയിലെ അതിഥി എനിക്ക് മുമ്പിലിരിക്കുകയാണ്. ഒരുപാട് ഞാൻ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്, സംഗീതജ്ഞനാണ്, എ പാഷനേറ്റ് മ്യൂസിക് ലവർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു വ്യക്തി, ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിൽ ഒരുപാട് പുതിയ തലങ്ങൾ കൊണ്ടുവന്ന ഒരു വ്യക്തി, നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ജോബ് കുര്യൻ. ജോബ്, നമസ്കാരം, വെൽക്കം ടു സൺഡേ ഫണ്ടേ. സുഖമെന്ന് വിശ്വസിക്കണോ? ഓക്കെ, 13 വർഷത്തെ മ്യൂസിക്കൽ ജേർണിയാണ്. തുടങ്ങിയത് അമൃത ടി വി എന്നാണ്. ആ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് കേട്ടാൽ കൊള്ളാന്ന് എനിക്കിപ്പോ തോന്നുന്നു. അല്ല, എഞ്ചിനീയറിംഗ് ഒക്കെ തീർത്തിട്ട് ഞാൻ ഉദയസമുദ്ര എന്ന് പറഞ്ഞ റിസോർട്ടിൽ ഇങ്ങനെ അവിടുത്തെ വോക്കലിസ്റ്റായിട്ട്, അവിടുത്തെ ബാൻഡിലെ വോക്കലിസ്റ്റായിട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അമൃതയുടെ ഈ ഒരു ഷോയുടെ ഓഡിഷൻ വരുന്നത്. അപ്പം ഇങ്ങനെ നമുക്ക് ഇങ്ങനെ പോയി പെട്ടെന്ന് വരാം, തിരിച്ച് അങ്ങനെയുള്ള മുന്നോട്ടൊന്നും പോവില്ല, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ്. പ്രത്യേകിച്ച് കോമ്പറ്റീഷനിലൊക്കെ ഞാൻ അങ്ങനെ പണ്ടും അങ്ങനെ ഒരു വിന്നറോ ചെയ്തിട്ടുണ്ട്, അതിന്റെ അവസരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ആ ലെവൽ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു സ്കൂളിലെ. അന്നേ യൂസ് ടു ആണ്, തോൽവി നമുക്കൊരു ബുദ്ധരിയല്ല എന്നുള്ളത്. അപ്പോൾ പക്ഷേ എനിക്ക് ഐ വാസ് വെരി ക്യൂരിയസ്, ഇവരെ കാണാമല്ലോ. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള അന്ന് ഇപ്പോൾ ബാലചേട്ടനായാലും ദീപക് സാർ, അൽഫോൺസ് സാറിനൊക്കെ അന്ന് ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള പുതിയ അങ്ങനെയല്ല, ഒരു വ്യത്യസ്തത കൊണ്ടുവന്ന ആൾക്കാരാണ്. അപ്പോൾ ഓരോ മേഖലയിൽ ഇവരെ മീറ്റ് ചെയ്യാമല്ലോ. അപ്പൊ എന്തായാലും ഒന്ന് പോവാൻ, ചുമ്മാ പോയിട്ട് 2 പാട്ടൊക്കെ പാടിയിട്ട് പോരാ എന്നുള്ള രീതിയിൽ പോയതാണ്. പിന്നെ ദൈവം സഹായിച്ചിട്ട് അങ്ങനെ അടുത്ത ഇതിൽ പോയി കയറി. പിന്നെ 6 മാസം അങ്ങനെ അതിൻ്റെ അകത്ത് നിറഞ്ഞ് പോകാൻ പറ്റി. ഞാൻ എപ്പോ വേണേ ഔട്ടാവും എന്നുള്ളതിലാണ് നമ്മുടെ ഒരു ചമ്മലും. ഞാൻ ഭയങ്കര ഷൈയും ഒക്കെയാണ്. അതെ, ഈവൻ സ്റ്റേജിൽ പെർഫോം ചെയ്ത് തുടങ്ങിയാൽ ഇറ്റ്സ് ലൈക്ക് ബൈ ഗോഡ്സ് ഗ്രേസ്, വേറെ എന്തോ ഒരു വൈബാണ്. പക്ഷെ അതുവരെ ഞാനിങ്ങനെ പേടിച്ചും ഭയങ്കര ആങ്സൈറ്റിയും ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പൊ ഈ കോമ്പറ്റീഷന് പോകുന്നത് തന്നെ അങ്ങനെയാണ്. എന്തായാലും പോരാ, കുഴപ്പമില്ല, പോവാം എന്ന് പറഞ്ഞിട്ടൊരു CD ഒക്കെ കൊടുത്തിട്ട്. അപ്പൊ ബാലചേട്ടൻ ഇപ്പോഴും പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്, എന്ത് ചെയ്യുന്നു, നമ്മളിങ്ങനെ ഒരു റിസോർട്ടിൽ ഇങ്ങനെ ബാൻഡിൻ്റെ കൂടെ പാടുന്നു. അപ്പം പുള്ളി പറഞ്ഞു, ഇനിയിപ്പോൾ അതൊക്കെ വിട്ടോ, ഞങ്ങളുടെ കൂടെ പോരെ ഫസ്റ്റ്. അപ്പോൾ അങ്ങനെയാണ് തുടങ്ങുന്നത്. പിന്നെ അമൃത ടി വിയിലെ ആ പ്രോഗ്രാമാണ് ഓഫ് കോഴ്സ് മൈൽ സ്റ്റോൺ ആയിട്ട് മാറി. നമ്മുടെ ജീവിതത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റ് തന്നെയാണ്. റെക്കഗ്നേഷൻ എന്ന് പറയുന്നത് എല്ലാ കലാകാരനും ആഗ്രഹിക്കുന്നതാണ്. അത് പെട്ടെന്ന് കൊണ്ടുവരുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിട്ടത് മാറി. ആൻഡ് അതിൽ നിന്ന് തന്നെയാണ് പിന്നെ ഉള്ളതൊക്കെ തുടങ്ങിയത്. പിന്നെ നമ്മുടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്ട്രീം ആയാലും പരിചയങ്ങൾ, ഇപ്പോൾ സ്റ്റീഫൻ ചേട്ടനുമായിട്ടും പിന്നെ ഒത്തിരി കലാകാരന്മാരെ പരിചയപ്പെടാനുള്ള അവസരവും, അതൊക്കെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അതിന് ഏറ്റവും വലിയ മുതൽക്കൂട്ടായിട്ട് കാണുന്നത്. ആ ഒരു എക്സ്പീരിയൻസ്. ആദ്യമായിട്ട് സിനിമയിലേക്കുള്ള ഒരു കോള് വന്നത്, പ്ലേബാക്ക് സിംഗർ ആയിട്ടുള്ള ഒരു കോള് വന്നത് ആരുടെ അടുത്തുനിന്നാണ്? പ്ലേബാക്ക് സിംഗറായിട്ട് അതിൽ തന്നെ കോമ്പറ്റീഷനിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പം എനിക്കൊന്ന് വിനയൻ സാറ് ഗസ്റ്റായിട്ട് വന്നിരുന്നു. അദ്ദേഹം ഇതിലെ റണ്ണറപ്പ് ആയിട്ടുള്ള ആൾക്ക് വിജയിക്ക് എന്തായാലും ഒത്തിരി ഓഫേഴ്സ് വരും. റണ്ണറപ്പ് ആയിട്ടുള്ള ആൾക്ക് ഒരു അവസരം എൻ്റെ സിനിമയിൽ അൽഫോൺസ് ചേട്ടൻ ചെയ്യുന്ന അൽഫോൺസ് ചേട്ടൻ്റെ മ്യൂസിക് ബ്ലാക്ക് ക്യാറ്റ്, അപ്പോൾ അതിലൊരു പാട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ റണ്ണറപ്പായി ആൻഡ് ഹി കെപ്റ്റ് ഹിസ് വേർഡ് ആൻഡ് അൽഫോൺസ് ചേട്ടൻ കോൾ മീ. ചിത്രേച്ചിയോട് ഡ്യൂറ്റ്, അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യമാണ്. പുള്ളിക്കാരി അങ്ങേറ്റം ഞാൻ ആരാധിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റ്. പിന്നെ ഇങ്ങനെ കോൾസായിരുന്നോ? അങ്ങനെയൊന്നുമില്ല, ഈ പറഞ്ഞ ഉള്ള കാര്യം പറയാനുള്ളൂ. അങ്ങനല്ല, ബട്ട് വന്നത് ദൈവം സഹായിച്ചിട്ട് നല്ല പാട്ടുകൾ വന്നു സിനിമയിൽ. ഇപ്പം ഞാൻ ഒരു ടോട്ടൽ പ്ലേബാക്ക് സിംഗർ ആണെന്ന് ഇപ്പോഴും ഞാൻ അവകാശപ്പെടുന്നു. എനിക്ക് എൻ്റെ ഒത്തിരി പരിമിതികളുണ്ട്. പക്ഷെ എന്നെ വിളിക്കുന്നവർക്ക് നമ്മുടെ ഒരു സ്പെഷ്യാലിറ്റി, ഓരോ പാട്ടുകാരനും അല്ലെങ്കിൽ ഓരോ ആർട്ടിസ്റ്റിനും ഒരു അപ്പം അത് അറിഞ്ഞ് വിളിച്ചാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വിളിച്ചവരൊക്കെ തന്നെയും നമ്മുടെ ഒരു പ്ലസ് ഏരിയ കണ്ടിട്ട് വിളിച്ചവരാണ്, മറ്റേ മൈനസ് ഏരിയ കവർ ചെയ്തിട്ട്. അപ്പം ആരാണ് ദീപക് സാറായിരുന്നു. അപ്പോൾ അത് കുറച്ച് വർഷം കഴിഞ്ഞിട്ടാണ് വന്നത്. ഇത് കഴിഞ്ഞിട്ട് ഒരു 3 വർഷം ഞാൻ അപ്പോഴേക്ക് പഠനം, ചേതനയിലെ കുറിച്ച് പിയാനോ പഠനം തോമസ് അച്ഛൻ്റെ അടുത്ത്, അങ്ങനെ ഞാൻ ടോട്ടലി കട്ട് ഓഫ് ചെയ്താണ്. ആഫ്റ്റർ 1 ഇയർ 3 വർഷം ചേതനയിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞു. അപ്പം ആ സമയത്താണ് ഉറുമി വന്നത്. അപ്പം നമ്മുടെ കോൺസെപ്റ്റും വിഷനും ഒക്കെയും ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിലും ഐ വാണ്ടഡ് ടു ഡു. എനിക്ക് എൻ്റെ സ്വന്തം ക്രിയേറ്റിവിറ്റി, അല്ലെങ്കിൽ പാട്ടുകൾ ഉണ്ടാക്കുക, പാടുക, അങ്ങനെ ഒരു ഇറ കണ്ട് വളർന്നതാണ്. MTV സെലക്ട് ആയാലും പഴയ ഒരു കാലം ഉണ്ടായിരുന്നു, ഒത്തിരി ഇൻഡിപെൻഡന്റ് ബോളിവുഡ് അല്ലാതെ. അപ്പൊ അത് ഇപ്പൊ യുഫോറിയ ആയിക്കോട്ടെ, ഷാന്റെ ആൽബം, KKയുടെ ആൽബം, സോനു നിഗം ആൽബം, ഈ ശങ്കർജിയുടെ ആൽബം,
കൊളോണിയൽ കസിൻസ്, ഇതൊക്കെ നമ്മുടെ ഭയങ്കര ഇൻസ്പിറേഷൻ, ചൈൽഡ്ഹുഡ് ഇൻസ്പിറേഷൻ. അപ്പം അങ്ങനെ ചെയ്യണം, സ്വന്തമായിട്ട് ചെയ്യണം. പിന്നെ അവിയൽ ഓഫ് കോഴ്സ്. പിന്നെ ഒത്തിരി അവസരങ്ങൾ ഇൻഡിപെൻഡന്റ് മ്യൂസിഷ്യൻസിനുണ്ട് സോഷ്യൽ മീഡിയയുടെ. അതെ, സത്യം. നമുക്ക് അതുകൊണ്ട് എക്സ്പ്രസ് ചെയ്യാമല്ലോ, പുറത്തോട്ട്. പിന്നെ അത് എടുക്കുമെന്നുള്ളത് ക്രൗഡിന്റെ ഓഡിയൻസിന്റെ കാര്യമാണ്. പക്ഷെ അറ്റ്ലീസ്റ്റ് നമ്മൾ അവസരത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട, നമുക്ക് തോന്നുകയാണെങ്കിൽ ചെയ്യാമല്ലോ. ആരും നമ്മളെ തടയില്ല. അല്ലെങ്കിൽ ഒരു അൺകണ്ടീഷണൽ ആയിട്ട് മ്യൂസിക് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് വന്നത്.